ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്ന് ഒരു നൈറ്റ് വ്ലോഗ് ആയാലോ? രാത്രി പുറത്തു പോകാൻ ആർക്കാ ഇഷ്ടമില്ലാത്ത അല്ലേ? ഞാൻ ഡേ ടൈമേക്കാളും നൈറ്റ് പ്രിഫർ ചെയ്യുന്ന ഒരാളാട്ടോ. ഇന്ന് പുറത്തു പോകാൻ വേണ്ടിയിട്ട് തഫ്സീത്തിനോട് പറയാൻ വേണ്ടിയിട്ട് രണ്ട് റീസൺസ് ഉണ്ടായിരുന്നു. ഒന്ന്, ഇന്ന് തനിയുടെ 19th ഡേ ആണ്. അതുപോലെ ഇന്ന് എനിക്ക് ഒരു വയസ്സും കൂടെ കൂടി. നമുക്കങ്ങനെ പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. ആകെയുള്ള പ്ലാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കണം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ നേരെ പോയത് നിലമ്പൂരുള്ള ഹഗ്യമ്മക്കിലേക്കാണ്. ആക്ച്വലി നമ്മളിവിടെ എത്തിയ സമയത്ത് നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഒരു 10 മണി ആ സമയമായിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു എന്തായാലും ക്ലോസിങ് ടൈം ആയിരിക്കും ഇന്ന്. പക്ഷെ നമ്മളിവിടെ എത്തി എൻക്വയറി ചെയ്ത സമയത്ത് അവർ പറഞ്ഞു 2 മണി വരെ ഹഗ്ഗന്മാർക്ക് അവൈലബിൾ ആണ്. സോ അപ്പോൾ നമ്മളൊന്നും നോക്കിയില്ല, നേരെ കയറിയ സമയത്ത് നമ്മൾ ശരിക്കും ഷോക്കായി. നല്ല ആംബിയൻസ് ആയിരുന്നു ഇവിടെ. ഫുൾ ഒരു ഫോറസ്റ്റ് വൈബായിരുന്നു. പുറത്ത് തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എന്താ പറയുക, ഫുൾ ലൈറ്റ്സും. എനിക്ക് തോന്നുന്നു ഡേ ടൈമിനേക്കാളും കുറച്ചും കൂടി ഭംഗി നൈറ്റിനാണ്. ഇവിടെയാണെങ്കിൽ വൈഡ് വെറൈറ്റീസ് ഓഫ് കേക്ക്സ്, ബീവറേജസ്, ഷേക്സ്, ബർഗേഴ്സ്, സാൻഡ്വിച്ചസ്, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫൈനലി ഞങ്ങൾ ഓർഡർ ചെയ്തത് ഒരു ചീസ് കേക്ക് ആയിരുന്നു കേട്ടോ. ഞാൻ ഇതുവരെ ചീസ് കേക്ക് ട്രൈ ചെയ്തിട്ടില്ല. ഞാൻ ഒരുപാട് കഫേയിൽ പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു കഫേ എന്തോ ഒരു സ്പെഷ്യലായിട്ട് ഫീൽ ചെയ്യുന്നത്. കാരണം ഫുള്ളി ഒരു ഫോറസ്റ്റ് ആൻഡ് കാം കൂൾ വൈബാണ് കേട്ടോ. അവരുടെ സീറ്റിംഗ് ആയാലും അതുപോലെ അവർ പ്ലാൻസ് സെറ്റ് ചെയ്തിട്ടുള്ളതായാലും ഇറ്റ്സ് ബിറ്റ് ഡിഫറെൻറ്റ്. നിലമ്പൂർ ഹൈലൈറ്റ് വരുന്നതായിട്ട് നമ്മളെല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും. സോ ഇതിൻ്റെ മുന്നിൽ ഹൈലൈറ്റിൻ്റെ ഒരു മാപ്പ് മീൻസ് പുറത്തുനിന്നുള്ള ഒരു കംപ്ലീറ്റ് വ്യൂ നമുക്കിതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റുന്നുണ്ട്. അവരുടെ കാർ പാർക്കിംഗ് ഏരിയ, ഫ്രണ്ട് വ്യൂ, എൻട്രൻസ്, ലാൻഡ്സ്കേപ്പ്, ഇങ്ങനെയുള്ള എല്ലാത്തിൻ്റെ ഒരു കംപ്ലീറ്റ് ഓവർ വ്യൂ ആണ് നമുക്കിവിടെ അവർ ഗ്ലാസ്സിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഓർഡറൊക്കെ വരുന്നതിന് മുന്നേ ഞാനിവിടെ ഫുള്ള് നടന്ന് കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കലായിരുന്നു എൻ്റെ മെയിൻ പരിപാടി. ലേറ്റ് നൈറ്റ് ആയതുകൊണ്ടാണോ എന്നറിയില്ല, നമ്മൾ പോയ സമയത്ത് ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. സോ നമുക്ക് ഓടി നടന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തതെല്ലാം വന്നപ്പോഴത്തേക്ക് തനി ഉണർന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കേക്കെല്ലാം കട്ട് ചെയ്തു. കുറേ സമയം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. അവിടുത്തെ ആംബിയൻസ് കണ്ടിട്ടാണോ എന്നറിയില്ല, എത്ര ലേറ്റ് ആയിട്ടും അവിടെ നിന്ന് ഇറങ്ങാനേ തോന്നുന്നില്ല. അങ്ങനെ ഒരു 11 ആയപ്പോഴത്തേക്ക് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. തനിയാണെങ്കിൽ എണീറ്റതിന് ശേഷം പിന്നെ അവൾ ഉറങ്ങിയിട്ടേ ഇല്ല. എന്നാൽ അവൾ ഉണർന്നപ്പോൾ കണ്ടത് ഫുള്ള് ലൈറ്റ്സ് ഒക്കെയാണ്. സോ അതുകൊണ്ടാണ് തോന്നുന്നു അവൾ ചുറ്റും നോക്കി ഫുൾ റൊട്ടേറ്റ് ചെയ്ത് ഫുൾ എൻജോയ് ചെയ്യായിരുന്നു. അപ്പം നമ്മൾ പുറത്തിറങ്ങിയപ്പോഴും ഭയങ്കര ലൈറ്റ്സും ഒരു കാം ക്ലൈമറ്റ് ആയിരുന്നു. കുറച്ച് സമയം അത് പുറത്തും സ്പെൻഡ് ചെയ്തു. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നപ്പോഴത്തേക്ക് ഇവള് കരയാൻ തുടങ്ങി. ഞാൻ ഓടിപ്പോയിട്ട് കാറി കയറി. നമ്മൾ പണ്ടുള്ളവരൊക്കെ പറയുമല്ലോ, കുട്ടികളെയും കൊണ്ട് രാത്രി പുറത്തിറങ്ങാൻ പാടില്ല എന്ന്. ഞാൻ വിശ്വസിച്ചിട്ടില്ല, പക്ഷെ നമ്മുടെ മക്കളെ കാര്യം വരുമ്പോൾ അതങ്ങനെയാണല്ലോ.
ഇവിടുന്ന് ഇറങ്ങിയ പാടെ നല്ല വിശപ്പ്, ഒന്നും നോക്കിയില്ല, നേരെ ഫർസയിലേക്ക് വിട്ടു. ആക്ച്വലി എൻ്റെ ഒരു തിയറി വെച്ചിട്ട് നമ്മൾ ഫുഡ് കഴിച്ചാൽ മാറാത്ത ഒരു ടെൻഷൻസും ഇല്ല, ഒരു സ്ട്രെസ്സും ഇല്ല, അങ്ങനെ ഒരു പോളിസി ഉള്ള ആളാണ് കേട്ടോ ഞാൻ. നമ്മൾ എത്ര അടിയായി നിൽക്കുന്ന സമയത്തും അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ടെൻഷനിൽ നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സാഡായിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ കൂളാണ്, സെറ്റാണ്. നമ്മളവിടെ എത്തിയപാടെ തനിക്കൊരു ക്രാഡിൽ കിട്ടി കേട്ടോ. ഐ തിങ്ക് ഷി ലൈക്ക് ഇറ്റ്. കാരണം നമ്മൾ എന്ത് ഫുഡ് കഴിക്കാൻ പോയോ ഫുഡ് വരുന്ന കറക്റ്റ് സമയത്ത് അവൾ കഴിയും. ബട്ട് ഇന്നെന്താണെന്ന് അറിയില്ല, ആള് ഭയങ്കര ആക്റ്റീവായിട്ട് ഇരിക്കുന്നുണ്ട്. ഫൈനലി നമ്മൾ ഫുഡെല്ലാം കഴിച്ച് പുറത്തിറങ്ങി കേട്ടോ. സോ ദീസ് ഓൾ അബൌട്ട് ടുഡേയ്സ് നൈറ്റ്. എന്നും പോകാൻ പറ്റിയിട്ടില്ലെങ്കിലും മന്ത്ലി വൺസ് എങ്കിലും എല്ലാവരും നമ്മുടെ പാർട്ട്ണറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയുടെ കൂടെയോ ഇങ്ങനൊരു നൈറ്റ് ഔട്ടൊക്കെ ചെയ്യാം കേട്ടോ. ആസ് എ ന്യൂ മോം ഇങ്ങനെയുള്ള ഔട്ടിങ്സ് നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ആണ് കേട്ടോ. ഒന്നും വാങ്ങി തന്നിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് പുറത്ത് കൊണ്ടുപോയാൽ മതി, അത്രേ ഉള്ളൂ. നമ്മളിങ്ങനെ ഫ്രീ ബേർഡായിട്ട് നടന്നിട്ട് പെട്ടെന്ന് നമ്മളൊരു പാരൻ്റ് ആവുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ ലോക്കാവുന്നൊരു ഫീലാണ് കേട്ടോ. പക്ഷേ ഇങ്ങനെയുള്ള ഔട്ട്സും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അങ്ങനെ ഒരു ഫീൽ ഉണ്ടാവില്ല. കുറച്ചും കൂടെ സ്ട്രെസ് റിലീഫ് ചെയ്യാനും എല്ലാത്തിനും നമുക്ക് ഇതിനെ ഹെൽപ്പ് ചെയ്യും. പിന്നെ മെയിൻലി ഫുഡ് കഴിച്ചാൽ മാറാത്ത ഒരു ടെൻഷൻസും ഇല്ല. അതാണ് എൻ്റെ ഒരു പോളിസി. So these all about today's night. So thank you for watching my video guys. Good night.